വലിയ വലിയ ബില്ലുകൾ പാസാക്കിയെടുക്കാനുള്ള ആലോചനയിലായിരുന്നു ഭരണപക്ഷം. പക്ഷേ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയതെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തിൽ ആദ്യ ദിവസം തന്നെ തകർന്നുപോയി നരേന്ദ്രമോദി. പ്രതിപക്ഷത്തെ ഓരോ നേതാക്കളും BJPയെയും കേന്ദ്ര സർക്കാരിനെയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. നരേന്ദ്രമോദി പോലും ഭയക്കുന്ന എതിരാളി ശശി തരൂർ ആദ്യ ദിവസം തന്നെ ആക്രമണം അങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച, അതുപോലെ അയോധ്യയിലെ രാമക്ഷേത്ര ഫണ്ട് തട്ടിപ്പ് ആരോപണം തുടങ്ങിയ വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ച അനുവദിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ കോൺഗ്രസ് MP-യായ ശശി തരൂർ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. പാർലമെന്റ് എന്നത് സർക്കാരിൻ്റെ ബില്ലുകൾ പ്രഖ്യാപിക്കാനും പാസാക്കാനുമുള്ള വെറുമൊരു നോട്ടീസ് ബോർഡല്ലെന്നും ചർച്ചകൾ നടത്താനുള്ള നട്ടെല്ല് കാണിക്കണമെന്നും തരൂർ മോദിയെ വെല്ലുവിളിച്ചു. ചർച്ചയെന്ന് കേൾക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഓടിയൊളിക്കുന്നതിനെക്കുറിച്ചും തരൂർ ശക്തമായി തുറന്നടിച്ചു. ചർച്ചയെ അവർ എന്തിനു ഭയക്കുന്നുവെന്ന് തനിക്കറിയില്ലെന്നും ഇവയെല്ലാം രാജ്യത്തുടനീളമുള്ള പ്രധാന പ്രശ്നങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം, BJP മാത്രം ഒളിച്ചു കളിക്കുന്നുവെന്നും തരൂർ ഈ രാജ്യത്തെ ഓർമ്മിപ്പിച്ചു. ജനങ്ങളുടെ ശബ്ദവും ജനങ്ങളുടെ ആശങ്കകളും ഉയർത്താനുള്ളൊരു വേദിയാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. സർക്കാരിന് ഭൂരിപക്ഷമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്ന് വച്ച് പ്രതിപക്ഷത്തിന് പറയാനുള്ളത് പറയാൻ അവസരം ലഭിക്കണമെന്നും തരൂർ മോദിക്ക് മുന്നറിയിപ്പ് നൽകി. ചർച്ചകൾക്കിരിക്കാൻ ഭയമുള്ള സർക്കാരാണെങ്കിൽ കുറഞ്ഞപക്ഷം ജനങ്ങളുടെ ആശങ്കകളെങ്കിലും കേൾക്കണം. സർക്കാരിൻ്റെ ബില്ലുകൾ പ്രഖ്യാപിക്കാനും പാസാക്കാനുമുള്ളൊരു അറിയിപ്പ് ബോർഡ് മാത്രമായി പാർലമെന്റിലേക്ക് കണക്കാക്കാൻ കഴിയില്ലെന്നും എല്ലാ കാഴ്ചപ്പാടുകളും കേൾക്കാനും ചർച്ച ചെയ്യാനും ആവശ്യമെങ്കിൽ തർക്കിക്കാനുമുള്ളൊരു വേദിയായിരിക്കണമെന്നും തരൂർ നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിച്ചു. ചർച്ചകളെല്ലാം നന്നാക്കിയതിന് ശേഷം വേണമെങ്കിൽ ബില്ലുകൾ പാസാക്കാം. സർക്കാർ സഹകരിക്കുകയാണെങ്കിൽ പ്രതിപക്ഷവും തിരിച്ച് സഹകരിക്കുമെന്നും പരസ്പര സഹകരണം ഉണ്ടാകണമെന്നും തരൂർ സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. ചില ചർച്ചകൾ അനുവദിച്ച് ബോധ്യപ്പെട്ടാൽ അവരുടെ ചില ബില്ലുകൾ പാസാക്കാനും ഞങ്ങൾ അവരെ സഹായിക്കാമെന്നും പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് വേണം പാർലമെന്റ് പ്രവർത്തിക്കേണ്ടതെന്നും തരൂർ പറഞ്ഞുകൊടുത്തിരിക്കുന്നു. ഏതായാലും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന് നരേന്ദ്രമോദി സർക്കാരിനെ കൊത്തിവലിക്കാൻ പാകത്തിലുള്ള പല കേസുകളും വന്നിട്ടുണ്ട്. അതിനെല്ലാം തയ്യാറായി നിൽക്കുകയാണ് അവർ. നീറ്റ് പരീക്ഷ കൂടാതെ അയോധ്യയിലെ സംഭാവന കൊള്ള ഒക്കെ ചർച്ചയായാൽ തന്നെ നരേന്ദ്രമോദിക്ക് പാർലമെന്റിൽ ഇത്തവണ പിടിച്ചു നിൽക്കാനാകില്ല. അതിനു മുൻപ് അവരെ ഒന്ന് പേടിപ്പിച്ചു വിട്ടതാണ് ശശി തരൂർ ആദ്യ ദിവസം തന്നെ.